ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി ഹൽവ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഒരു കപ്പ് കോൺഫ്ലവർ പൊടി, ഒരു കപ്പ് പഞ്ചസാര, പിന്നെ അര ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് മാറ്റി വെക്കുക. പിന്നെ ബദാം, പിസ്ത, കാഷ്നട്ട്. ബദാമും പിസ്തയും കാഷ്നട്ടും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. പിന്നെ ആവശ്യമുള്ളത് 5 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു. അതാണ് ഞാൻ അതേപോലെ തന്നെയാണ് അതിലിടുന്നത്. അതിൽ ഉരുക്കണില്ല. പിന്നെ ഒരു പാത്രത്തിലേക്ക് കോൺഫ്ലവർ ഇട്ടതിന് ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. 2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല കട്ട പോകുന്ന വരെ ഇളക്കി മാറ്റി വെക്കണം. അതിനുശേഷം ഒരു നല്ല കട്ടിലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് 1 കപ്പ് പഞ്ചസാരക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിക്കണം. പഞ്ചസാരയും വെള്ളം നല്ല അലിഞ്ഞ് നല്ല തിളച്ചും വരുമ്പോൾ നല്ല പഞ്ചസാരയൊക്കെ നല്ല അലിയാണ് കേട്ടോ. അലിഞ്ഞതിന് ശേഷം അതിലേക്ക് നല്ല ലെമൺ ജ്യൂസ് നമ്മൾ മാറ്റി വെച്ചില്ല, ആ ലെമൺ ജ്യൂസാണ് ഒഴിക്കേണ്ടത്. ലെമണ് അതിലേക്ക് ഒഴിച്ച് നല്ല തിളപ്പിക്കണം. വെള്ളം ലെമണും പഞ്ചസാരയും കൂടി നല്ല തിളച്ച് ജോയിൻ്റായിട്ട് തിളച്ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പിന്നെ കലക്കി വെച്ച കോൺഫ്ലവറില്ലേ, ആ വെള്ളമാണ് അതിലേക്ക് ഒഴിക്കേണ്ടത്. അത് ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കാരണം ഇത് കുറച്ച് പണിയുണ്ട് കേട്ടോ. എന്താണെന്നറിയാം, ഇത് ജോയിൻ്റ് ആവുന്നവരെ ഇളക്കണ്ടേ, ഒന്ന് കുറുകി വരുന്നവരെ ഇളക്കിയും കുടിക്കണം. പിന്നെ നല്ല സ്ലോവിലും കത്തിക്കണം. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നല്ല സ്പീഡിലാവുമ്പോൾ വേഗം ഉള്ളിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലതുപോലെ ഇളക്കി കുറുകി വരുന്ന സമയത്ത് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് നല്ലതുപോലെ കുറുക്കണം. നല്ല കുറുകിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബദാമും പിസ്തയും കാഷ്നട്ടും അതിൻ്റെ പകുതിയോളം ഇടണ്ടുള്ളൂ, പകുതി മാറ്റി വെക്കണം. പകുതി അതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ബദാമും പിസ്തയും ഇത് കോൺഫ്ലവറൊക്കെ നല്ലപോലെ ഇളക്കി നല്ല ജോയിൻ്റ് ആയിട്ട് കുറുകിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ബാക്കി 3 ടീസ്പൂൺ നെയ്യും കൂടി അതിലേക്ക് ഒഴിക്കുക. നല്ല 3 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ജോയിൻ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കുക. നല്ല ജോയിൻ്റായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് 4 പുറം തേച്ച് കൊടുക്കണം. എന്നിട്ട് ആ ബാക്കി മാറ്റി വെച്ച ബദാം പിസ്തയല്ലേ അത് ഇട്ട് കൊടുക്കുക. എല്ലാം ഫുള്ളായിട്ട് അടിയിൽ മൊത്തം ഇട്ട് കൊടുക്കണം. ഇട്ടതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടില്ലേ, കോൺഫ്ലവറിൻ്റെ കൂട്ട് അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒഴിച്ച് നല്ല ടൈറ്റായി ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണം. എന്നിട്ട് നല്ല കൊട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഇതെത്തും. എന്നിട്ട് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെക്കുക പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് തണുക്കാൻ വെക്കണം കേട്ടോ. അല്ലാതെ വേഗത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെറും മാവ് പോലെ ഉണ്ടാകും. അപ്പം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് പാത്രത്തിൽ നിന്ന് കൊട്ടിയെടുക്കാൻ പാടുള്ളൂ. കൊട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കൊട്ടിയപ്പോൾ നല്ല ഭംഗി കാണാനെന്ന് കണ്ടില്ലേ. ഇത് എന്താ പറയുക, ഞാനിതിൽ കളറൊന്നും കൂടില്ല, ഫുഡ് കളർ കൂടെ എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കണതില്ലേ, ആവുന്നതൊന്നും കെമിക്കൽ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക നല്ലത്. അതാണ് ഞാൻ കളർ കൂട്ടുക. അല്ലെങ്കിൽ ചിലർ ചുവപ്പ് കളറൊക്കെ കൂട്ടും, അപ്പോൾ നല്ല ഒന്നുകൂടി ഭംഗി ഉണ്ടാകും. പക്ഷേ ഞാൻ വൈറ്റ് ഹൽവയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.